ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും ഉയർത്തെഴുന്നേറ്റ് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത 17 മെയ് 2026, ഈ മാസത്തിലെ 17ാമത്തെ ദിവസം, കാത്തിരിപ്പിൻ്റെ 3ാമത്തെ ദിവസം, ആരാധന വർഷത്തിലെ 29ാമത്തെ ഞായറാഴ്ച, ഈ വർഷത്തിലെ 137ാമത്തെ ദിവസം, പെന്തക്കോസ്തിക്ക് മുമ്പുള്ള ഞായറാഴ്ച എന്നാണ് ഈ ഞായറാഴ്ചയെ അറിയപ്പെടുന്നത്. ഇന്ന് 508ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗലിയൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വേദഭാഗങ്ങൾ ആണ്. യേശുവും ശിഷ്യന്മാരും തിരുവത്താഴത്തിന് ഇരുന്നതിന് ശേഷം അവൻ അപ്പഖണ്ഡമെടുത്ത് യൂദായ്ക്ക് കൊടുത്തു. അത് വാങ്ങിയ ഉടനെ അവൻ്റെ ഉള്ളിൽ സാത്താൻ കടന്നു. യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിനായി അവൻ അവിടെ നിന്നും മഹാപുരോഹിതന്മാരുടെ അടുത്തേക്ക് പോയി. അവൻ പോയതിനു ശേഷം യേശു ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഭാഗം ആണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. തൻ്റെ ഈ ലോകത്തിലെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു, ഇനി കുറഞ്ഞൊന്നും മാത്രം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് അവരെ യേശു ഉദ്ബോധിപ്പിക്കുന്ന ഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. സ്നേഹത്തിൻ്റെ ഭാഷ അവരോട് സംസാരിക്കുന്നു, പരസ്പരം സ്നേഹിക്കണം എന്ന് ഉദ്ബോധിപ്പിക്കുന്നു. സ്വർഗാരോഹണം മുതൽ പെന്തക്കോസ്തി വരെയുള്ള 10 ദിവസങ്ങൾ കാത്തിരിപ്പിൻ്റെ നാളുകൾ എന്നറിയപ്പെടുന്നു. നിങ്ങൾ യെരുശലേമിൽ നിന്ന് വിട്ട് പോകരുതെന്നും എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണമെന്നും യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം അവരോട് പറയുന്നതായി അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ പിതാവ് വാഗ്ദാനം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും എന്ന് ഇവിടെ എടുത്തു പറയുന്നു. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ താമസിക്കണം എന്ന് കൽപ്പിക്കുന്നു. ലൂക്കോസ് എവൻഗേലിയോസായുടെ സുവിശേഷം 24:49 നമുക്ക് അത് കാണുവാൻ സാധിക്കും. അപ്രകാരം പരിശുദ്ധാത്മാവിനു വേണ്ടി സെഹിയോൻ മാളികയിൽ ശിഷ്യന്മാരും വിശുദ്ധ കന്യമറിയാമും മറ്റുള്ളവരും കാത്തിരുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാത്തിരിപ്പിൻ്റെ 10 ദിവസങ്ങൾക്കിടയിലുള്ള ഞായറാഴ്ചയാണ് ഇന്നത്തെ ദിവസമെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷത്തിൽ യേശു ക്രിസ്തു ആരാകുന്നു എന്നതിന് സംബന്ധിച്ച് പല പരാമർശങ്ങളുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 35 ഇപ്രകാരം പറയുന്നു: ഞാൻ ജീവന്റെ അപ്പമാകുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 10:7 ഞാൻ ആടുകളുടെ വാതിലാകുന്നു. 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. 10:11 ഞാൻ നല്ല ഇടയനാകുന്നു. 11:25 ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. 14:16 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. യേശുവിനെ ശരിക്കും മനസ്സിലാക്കുന്നവർ ഇവിടെ നടക്കുന്ന വിശുദ്ധ ബലിയിൽ മുഴുകി അവനിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നല്ല ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കും. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് യേശു പറഞ്ഞത് നാം ഓർക്കുക. ജീവന്റെ അപ്പം ആത്മീയ പോഷണത്തിന് ഉതകുന്ന അപ്പമാണ് എന്ന് നാം ഒരിക്കലും മറക്കരുത്. മിസായിലെ മാർ ഗ്രിഗോറിയോസ് ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറയുന്നത് മനുഷ്യന്റെ നിത്യരക്ഷ വിശുദ്ധ കുർബാനയുടെ അനുഭവത്താൽ ശരീരത്തെ അറിയിക്കുന്നു. കർത്താവായ യേശു മിശിഹായുടെ ശരീരരക്തങ്ങൾ നമ്മുടെ ശരീരത്തിൽ സ്വീകരിക്കുമ്പോൾ നാം അനശ്വരതയിൽ പങ്കുകാരാകുന്നു എന്നാണ് വിശുദ്ധ ഗ്രിഗോറിയോസ് പറഞ്ഞത്. ഈ കാത്തിരിപ്പിൻ്റെ നാളുകളിൽ നാം മനസ്സിലാക്കേണ്ടതായ 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കണം. അതായത് പ്രത്യേകിച്ച് നാം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ
നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നമ്മളുടെ മനസ്സിനെ അവിടെ ഏകാഗ്രതയോടുകൂടി വെച്ച് ആ വിശുദ്ധ മധുവായിലേക്ക് നോക്കി നിന്നുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും മറന്ന് നാം നമ്മെ തന്നെ അവിടെ സമർപ്പിക്കുന്നുവെങ്കിൽ നാം അനുഗ്രഹീതരാവും എന്നാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. യേശു തൻ്റെ ലോകദൗത്യം പൂർത്തീകരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും നമ്മെ ഫലമേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കണം. ഈ ലോകത്തിലേക്ക് കടന്നു വന്ന നാം ഓരോരുത്തർക്കും ദൈവം നമുക്ക് ഓരോ ദൗത്യം തന്നിട്ടുണ്ട്. അതായത് ഒരമ്മയ്ക്ക് ഉള്ള ദൗത്യമല്ല ഒരു മകൾക്കുള്ളത്, ഒരു അപ്പനുള്ള ദൗത്യമല്ല മകനുള്ള ദൗത്യമല്ല അവൻ്റെ സഹോദരിക്കുള്ളത്. എന്നാൽ ഈ ലോകത്തിൽ നാം ജനിക്കുന്നത് മുതൽ നമ്മൾക്ക് അറിവാകുന്ന സമയം മുതൽ തിരിച്ചറിവുകളാകുന്ന കാലം മുതൽ നമുക്ക് ഓരോ ദൗത്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം അത് മാതാപിതാക്കളിലൂടെ, പിന്നീട് അധ്യാപകരിലൂടെ, അതിനുശേഷം നമുക്ക് ലഭിക്കുന്നത് ആത്മീയ പിതാക്കന്മാരിലൂടെ ആ ദൗത്യം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അത് നാം കൃത്യമായി നിർവഹിക്കുക എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ചെന്ന് ഇരിക്കുവാൻ അവസരം കിട്ടിയതുപോലെ നമുക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുവാൻ അവസരം ലഭിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വിശുദ്ധിയോടുകൂടിയുള്ള കുർബാനാനുഭവം നമ്മെ നിത്യതയിൽ മൂന്നാമത്തെ കിരീടത്തിന് അവകാശിയാക്കും എന്നത് മറക്കാതെ നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെയും അനുഗ്രഹത്തിനായി സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബങ്ങൾ ആക്കി തീർക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിനായി 128-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഒരു ഉത്തമ ക്രിസ്തീയ മാതൃക കുടുംബം എങ്ങനെയായിരിക്കണമെന്ന് അതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. ഇന്നത്തെ ഞായറാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ശുഭകരമായിരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.